ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാസ് വേൾഡ്. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മധുരവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു പാൽപ്പായസമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ വളരെ സിമ്പിളായിട്ടും ഒരു വെറൈറ്റി ആയിട്ടും പ്രസൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനിപ്പം ഒരു 1/4 കപ്പ് ബസ്മതി അരി ഒരു അരമണിക്കൂർ നേരം കുതിർത്ത് ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുത്തതാണിത്. പിന്നെ കിസ്മിസ് വേണം, അണ്ടിപ്പരിപ്പ്, ഏലക്കായി, 1/2 കപ്പ് പഞ്ചസാര, 4 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക്. 1/4 കപ്പ് അരിക്ക് 4 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് വേണം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നുറുക്കിയ അരിയും 4 കപ്പ് പാലും ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ച 1/2 കപ്പ് പഞ്ചസാരയിൽ നിന്ന് നമ്മൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ആദ്യം ഇടുന്നുള്ളൂ. എന്നിട്ട് ഒരു 1/4 കപ്പിനും കുറച്ച് വെള്ളം, പാൽ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് വെള്ളം ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് ഇളക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പാല് ചിലപ്പം അടിക്ക് പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് തിളച്ച് വന്നാൽ, ഒരു പാലൊന്ന് തിളച്ചാൽ നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. ആദ്യമേ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അരി വേവാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ആദ്യം ഫുൾ പഞ്ചസാര ഇടാതിരുന്നത്. 30 മുതൽ 45 മിനിറ്റ് വരെ ചെറിയ തീയിൽ മൂടി വെച്ചൊന്ന് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ വളരെ കുറച്ച് നെയ്യ്, ഞാനിവിടെ 1/2 ടീസ്പൂൺ RKG ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് വഴറ്റി വരുന്നതിനും മുന്തിരിയും ആഡ് ചെയ്യുക. അതൊന്ന് ചുമന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പപ്പടം, ഒരു കപ്പലണ്ടി മിഠായി അഥവാ അഭ്യർത്ഥിക്കട്ട എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാം, പിന്നെ ഒരു ബനാന, ചെറുപഴം. ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. പപ്പടം ചെറുങ്ങനെ നല്ല സ്ട്രൈപ്സ് ആയിട്ട് മുറിച്ചെടുക്കുക. ഇതുപോലെ നീളത്തിൽ സ്ട്രൈപ്സ് ആയിട്ട് മുറിച്ചെടുക്കുക. പഴം വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. കപ്പലണ്ടി മിഠായി ഒന്ന് നുറുക്കിയെടുക്കാം. അതിനുശേഷം ചീനച്ചട്ടിയിൽ നമുക്ക് മുറിച്ച് വെച്ച പപ്പടം വറുത്ത് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെക്കാം. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പായസം ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ പായസം നല്ല പോലെ കുറുകി വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇത് കണ്ടോ, അരിയൊക്കെ വെന്ത് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊടിച്ചു വെച്ച ഏലക്കായും ഒരു നുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കി ഒരു മൂടി കൊണ്ട് മൂടി ഏകദേശം ഒരു 10-15 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഫ്ലേവേഴ്സ് എല്ലാം അതിൽ ഇളകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പായസം സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു സെർവിങ് ബൗൾ എടുക്കാം. ഇപ്പം നമ്മുടെ പായസം കുറച്ച് ചൂടാറിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് അത് വിളമ്പാം. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ നുറുക്കി വെച്ച കപ്പലണ്ടി മിഠായി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ച പഴം വരി വരിയായി വെച്ച് കൊടുക്കുക. ഫൈനലി നമ്മൾ സ്ട്രൈപ്സായി മുറിച്ച് വെച്ച പപ്പടം വെതറി കൊടുക്കുക. ഇനി നമുക്കിങ്ങനെ ഇൻഡിവിജ്വൽ പോർഷൻ സെർവിങ്സ് നോക്കാം. അതിന് വേണ്ടി ഇതൊരു ഷോർട്ട് ഗ്ലാസ് എടുക്കുക. അതിനടിയിൽ കുറച്ച് കപ്പലണ്ടി മിഠായി ഇടുക. എന്നിട്ട് ഗ്ലാസ്സിൽ പായസം ഫില്ല് ചെയ്യുക. നേരത്തെ നുറുക്കി വെച്ച കപ്പലണ്ടി മിഠായിയും പഴവും പപ്പടവും വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ യമ്മി പായസം റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, വേറൊരു ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യില്ലേ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ എന്നെ കമൻസിലേക്ക് കൂടി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലീസിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.